വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യ വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. കൊല്ലം തുളസി സാറ് പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. കാരണം ഞാനും നാടകരംഗത്ത്, അഭിനയ രംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാരായണൻ ശ്രീ സുന്ദരം പറഞ്ഞതുപോലെ നാരായണൻ മാസ്റ്റർ എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ അയൽവാസികളാണ്, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്തിന് പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളും കൂടിയാണ്. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ വളരെ നിഷ്കളങ്കമായി, സത്യസന്ധമായി നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മുടെ സമൂഹം രോഗം കൊണ്ട് വലഞ്ഞ് ജീവിതം ഓരോരുത്തരും വേണ്ട, ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒന്ന് സാമ്പത്തിക പ്രയാസം, രോഗം കൊണ്ടുള്ള വേദന, അത് ചികിത്സിക്കാൻ സാഹചര്യമില്ലാതെ ഇതെല്ലാം കൊണ്ട് രോഗം കൊണ്ട് വലയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന് പണം കൊണ്ട് എല്ലാവർക്കും കഴിയില്ല. എന്നാൽ എല്ലാവർക്കും സ്വയം ചികിത്സിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഒരു ചികിത്സാ രീതിയാണ് മൂത്ര ചികിത്സാ രീതി എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളുടെയും വളർച്ചയ്ക്ക്, ശരിയായ നടത്തിപ്പിന് ആവശ്യമായുള്ള ശക്തി നമുക്ക് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിന് സാധിച്ചത് മൂത്രത്തിലൂടെയാണ്. ഗർഭപാത്രത്തിൽ ഭ്രൂണാവസ്ഥയിൽ അത് വളർന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഈ ഗർഭപാത്രത്തിലുള്ള ആ ലിക്വിഡ് പ്ലാസ്മയിൽ നിന്ന് കുഞ്ഞ് കുടിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാണ് ഈ ശക്തി. അതുകൊണ്ട് തന്നെയാണ് ഒരു രോഗമല്ല, ഏത് രോഗത്തിനും ഇത് പരിഹാരമാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് കാരണം. എല്ലാ മരുന്നും എല്ലാ രോഗത്തിനും എല്ലാ വ്യക്തികൾക്കും പറ്റുമെന്ന് നമ്മൾ വെറുതെ ശഠിക്കരുത്. അതേ അവസരത്തിൽ മിക്ക രോഗങ്ങൾക്കും മിക്ക വ്യക്തികൾക്കും ഈ മൂത്രപാനം കൊണ്ട് രോഗം വലിയൊരളവിൽ മാറുന്നുണ്ട്. അത് വേറെ തകരാറൊന്നുമില്ലാത്ത വ്യക്തികൾക്ക് പൂർണ്ണമായും മാറുന്നുമുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടേന തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം അനുഭവങ്ങൾ ഒരുപാട് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു പുസ്തകം, മാതൃഭൂമി വലിയ പ്രസിദ്ധീകരണശാലയാണ്. മാതൃഭൂമിയുടെ ഈ പുസ്തകം ഇത്ര 12ാമത്തെ എഡിഷനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഗതിയാണത്. അപ്പോൾ അത്രയും എഡിഷൻ വരിക എന്ന് പറഞ്ഞാൽ അത്രയും ജനപ്രിയമായി ഈ ചികിത്സാ രീതി എന്നുള്ളതാണ്. ഇതിലുള്ളൊരു ദുഃഖം, സത്യം പറയുവാൻ ഒരു മടി, ഒരു ജാള്യത ഉണ്ട് എന്നുള്ളതാണ്. അത് കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നേരത്തെ പറയാതിരുന്ന പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. എനിക്കും ഒരനുഭവം ഉണ്ടായി, അതുകൂടി പറയണമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ പ്രായത്തിൽ എനിക്ക് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത് പോലെ മുലയ്ക്ക് കല്ലിക്കുക, എന്നിട്ട് കുറച്ച് വീർത്ത് വരിക എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അവിടെയുള്ള പ്രഗത്ഭ ഡോക്ടർ, പപ്പു ഡോക്ടർ എന്ന് പറയും, അദ്ദേഹത്തെയൊക്കെ കാണിച്ച് അദ്ദേഹം പറയും, സാരമില്ലടോ, ഇതങ്ങനെ അങ്ങ് പോവുക, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനതങ്ങ് അവഗണിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും എനിക്കിപ്പോൾ 72ാമത്തെ വയസ്സാണ് എനിക്ക് നാരായണൻ മാസ്റ്റർക്കും. അപ്പോൾ 71ാമത്തെ വയസ്സിൽ എനിക്ക് വീണ്ടും അത് വന്നു, കുറച്ച് ശക്തിയായിട്ട് വന്നു, വലിയ വേദനയോടുകൂടി. മുലക്കണ്ണ് ഇങ്ങനെ തൊടുമ്പോൾ സൂചി കൊണ്ട് കുത്തും പോലെ ഉണ്ടാകും, ചുറ്റും വീർത്ത് വന്നു, വളരെ കല്ലിച്ച് വന്നു. അപ്പോൾ ഇതിനെന്താണ് ചികിത്സ? ഞാൻ മനസ്സുകൊണ്ട് കരുതി യാതൊരു സംശയവുമില്ല, മൂത്ര ചികിത്സ കൊണ്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. എനിക്കൊരു വിശ്വാസമാണ്. ഒരു ഡോക്ടറെ അടുത്തും പോയിട്ടില്ല. നാരായണൻ മാസ്റ്ററുമായിട്ട് ഈ പുസ്തകത്തിനെ പറ്റിയൊക്കെ നേരത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്, പറഞ്ഞല്ലോ. ശിവാംബു കൽപ്പവിധി
ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നാരായണൻ അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അത് മലയാളത്തിലേക്ക് പദ്യരൂപത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ഒരു പ്രാരംഭ ഗാനം എഴുതി കൊടുക്കുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ചികിത്സ ഞാൻ സ്വയം അങ്ങ് തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് മാറിയില്ല, 2 ആഴ്ച കൊണ്ട് മാറിയില്ല, 3 ആഴ്ച കൊണ്ട് മാറിയില്ല. എന്നിട്ടും എൻ്റെ വിശ്വാസമാണ് എനിക്കത് മാറുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അത് മാറാതിരിക്കില്ല, കാരണം അത്ര വലിയൊരു രോഗമൊന്നായിരിക്കില്ല. ഇത് നേരെ മറിച്ച് ഞാനൊരു അലോപ്പതി ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ ബയോപ്സി എടുക്കും, അതിനെനിക്ക് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വരും, മുടി കൊഴിഞ്ഞു പോകും. ഇതൊക്കെ സാധ്യതയുള്ള ഒരു ക്യാൻസറസായി പോകാൻ സാധ്യതയുള്ള ഒരു രോഗമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ചികിത്സ ഞാൻ തുടർന്നു. 3 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങ് മേലോട്ട് അത് വർദ്ധിക്കുന്നില്ല, അത് കൂടുതലാകുന്നില്ല, വേദന കുറയാൻ തുടങ്ങി, കല്ലിപ്പ് കുറേ ഇളമപ്പെടാൻ തുടങ്ങി. പിന്നെ അത് പതുത്ത് വന്നു, അങ്ങനെ നിശേഷമങ്ങ് മാറി. ഒരു 5-6 മാസം കഴിക്കുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ ഇത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു രോഗത്തിന് വിധേയനാണ് ഞാൻ. തൈറോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഹാർട്ടിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ അത് വരാം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഇത് ഒരളവിൽ ഉണ്ടാകും എന്നുള്ള നിലക്ക് ഞാനിത് കഴിക്കുന്നുണ്ട്, വേറെ മരുന്നും കഴിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് പല രോഗങ്ങളും വർദ്ധിക്കും. അതുപോലെ തന്നെ മുലയ്ക്ക് കല്ല് വരാമെന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് വന്നു, ഒരു 2-3 മാസമായി. അത് ആദ്യം വന്നതിന് വലത്ത് വശത്ത് വന്നതിനേക്കാൾ ശക്തിയായിട്ടാണ് പിന്നെ വന്നത്. നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ മനസ്സുറപ്പ്, എനിക്കിതുകൊണ്ട് മാറ്റാൻ കഴിയും, എന്നിട്ട് തീരെ സാധിക്കുന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വീണ്ടും ആ മൂത്രപാനം തന്നെ തുടങ്ങി. 3 മാസമായി ഞാനത് കഴിക്കുന്നു. അത് മാറാൻ തുടങ്ങി, ഡൗണായി, അതിൻ്റെ വളർച്ച നിന്നു. ഇപ്പം ആ വേദന കുറഞ്ഞു, മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരനുഭവം, അത് മാത്രം പറയുകയാണ്. അതുപോലെ ഇത് ഒരു ലാഭം കൊതിക്കാതെ സേവനം മാത്രം, ആളുകൾക്കുള്ള ഈ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ തങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നാരായണ മാസ്റ്റർ ജീവകാരുണ്യ പ്രവർത്തകനും കൂടിയാണ്, ഒരുപാട് സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ആളാണ്. അതിൽ ജീവകാരുണ്യ പ്രവർത്തനം, ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ചികിത്സാ സമ്പ്രദായത്തെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പൈസയും ജീവിതവുമെല്ലാം രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമായിരിക്കും അത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ ചെറിയൊരു സന്തോഷം ഒരു പുല്ലാങ്കുഴൽ വായനയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം.
നമസ്കാരം.